Beyond the Frame, Challenging Stereotypes and Embracing Body Image in Malayalam Cinema എന്നുള്ളതാണ് വിഷയം. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ we have an illustrious list of speakers and moderator coming on stage. ജുബിൻ, നമുക്ക് കുട്ടികളെ എല്ലാവരും പിടിച്ചിരുത്താം. We're just taking a moment. ഒരു മുഖവുരയും ആവശ്യമില്ലാത്ത ഒരാളാണ് ഈ സെഷൻ മോഡറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് മൈ pleasure and privilege to present to you someone who has inspired me to take on this career myself, Ms. Rekha Menon. Hearty welcome on stage, ma'am. She's a seasoned anchor who's renowned for her insightful and engaging conversations. അതിനോടൊപ്പം തന്നെ she's a successful corporate communications professional. മാം, ഫോട്ടോ അനുസരിച്ച് ഒന്നിരുന്നാൽ നന്നായിരുന്നു. You have a strategic position so that you can see everyone better. അതാണ്. പാനലിസ്റ്റുകളിൽ ആദ്യം വേദിയിലേക്ക് എത്തുന്നത് മലയാള സിനിമയിലെ ഒരു സീനിയർ ഛായാഗ്രാഹകനാണ്, ശ്രീ വിനോദ് ഇല്ലംപള്ളി. ഓം ശാന്തി ഓശാന, റോമൻസ്, ഞാൻ സ്റ്റീവ് ലോപ്പസ്, തണ്ണീർമത്തൻ ദിനങ്ങൾ, അങ്ങനെ വളരെ വ്യത്യസ്തമായ നിരവധി വിജയകരമായ സിനിമകൾക്ക് വേണ്ടി ക്യാമറ ചലിപ്പിച്ച ഒരു ഛായാഗ്രാഹകനാണ്. Joining them on stage, Shri Sudeep Joshi. He is a filmmaker, film editor, virtual reality content creator, psychologist, gamification thought leader. പറഞ്ഞിട്ടും തീരുന്നില്ല ശ്രീ സുദീപ് ജോഷിയുടെ ലേബലുകൾ. And he's also the director of the Malayalam feature film Happy Sardar, which released in 2019. Joining us, Amal Naushad. അദ്ദേഹം സംവിധായകനും തിരക്കഥാകൃത്തുമാണ്. പുല്ലു റൈസിംഗ് എന്ന ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള ക്രിറ്റിക്സ് ചോയ്സ് അവാർഡ് കാൽക്കട്ട ഇന്റർനാഷണൽ കൾട്ട് ഫിലിം ഫെസ്റ്റിവലിൽ നേടിയ കലാകാരനാണ്. ഇനി വേദിയിലെത്തുന്നത് നമുക്ക് എല്ലാവർക്കും ചിരപരിചിതയായ ഒരു നടിയാണ്, പൂജ മോഹൻരാജ്. ഷീസ് എ തിയേറ്റർ പ്രാക്ടീഷണർ, ആക്ടർ, ആൻഡ് ഐ വുഡ് കോൾ ഹർ ദ ലേഡി വിത്ത് എ മിഡാസ് ടച്ച്. കാരണം ചെറുതെങ്കിലും വളരെ ശ്രദ്ധേയമായ വേഷങ്ങളിൽ അഭിനയിച്ച സിനിമകളെല്ലാം വിജയങ്ങളാക്കിയ ഒരാളാണ്. ആവേശം, മഞ്ഞുമ്മൽ ബോയ്സ്, രോമാഞ്ചം, ഇരട്ട, ഏറ്റവും ഒടുവിൽ സൂക്ഷ്മദർശിനി വരെ, അങ്ങനെ വിജയങ്ങളുടെ ഒരു നിര തന്നെ പൂജയ്ക്കൊപ്പം ഉണ്ട്. ആൻഡ് ഫൈനലി കംപ്ലീറ്റിംഗ് ദിസ് പാനൽ ഓൺ സ്റ്റേജ്, ജോജോ ജോസ്. He's an actor and entrepreneur, a multifaceted professional with experience in human resource management, insurance, advertising, business development, and of course, performing arts as well. Over to you, Ms. Rekha Menon. Welcome, sir. Good afternoon, everybody. Thank you so much, Summit of Future. And ഒരു സന്തോഷം എന്താ വെച്ചാൽ ചാക്കേര് നമ്മളെ വെറുതെ വിട്ടു, നമ്മളെല്ലാവരെയും. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് ടോപ്പിക്കാണ്. അത് ഒരുപാട് കാലമായി നമ്മൾ പല ഇൻഡസ്ട്രിയിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിത്ത് ദിസ് എന്താ പറയുക, എല്ലാത്തിനും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന പല വാക്സ് ഓഫ് ലൈഫിലെ പാനലിസ്റ്റ് ഉണ്ട്. സോ വെൽക്കം വൺസ് അഗെയിൻ. അപ്പോൾ 1928 മലയാളം ഇൻഡസ്ട്രി തന്നെ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ദ ഫസ്റ്റ് പടം ബീങ് വീതകുമാരൻ. അവിടെ നിന്ന് തൊട്ട് 2025 നോക്കുമ്പോൾ ആർക്ക് വേണമെങ്കിൽ ഇതൊന്ന് തുടങ്ങാം കോൺവെർസേഷൻ. ഈ ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ്, അതല്ലെങ്കിൽ നമ്മൾ ഈ ബോഡി ഇമേജിൻ്റെ ഒരു എവല്യൂഷൻ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്? പൂജ, യു ക്യാൻ സ്റ്റാർട്ട്. അല്ലെങ്കിൽ ആർക്കല്ലോ ഒരു എനിബഡി ക്യാൻ ടേക്ക് ദിസ് ക്വസ്റ്റ്യൻ ബിക്കോസ് ഒരു സ്റ്റാർട്ടിങ് വിത്ത് എ ഹിസ്റ്ററി വി തോട്ട് വിൽ ജസ്റ്റ് സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ബോഡി ഇമേജിങ് അതല്ലെങ്കിൽ യാ യു ക്യാൻ. സുദീപ് ഓൺ ചെയ്താൽ ചെക്ക്. മലയാള സിനിമയിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നിടത്തുനിന്ന് ഒന്ന് പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ വി ഹാവ് ഗോട്ട് ഫിലിംസ് ലൈക്ക് പ്രദീപ് പൂവൻകോഴി ഓർ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. നമുക്ക് പണ്ടൊന്നും ഇല്ലാത്ത തരത്തിൽ ഫീമെയിൽ പ്രൊട്ടഗണിസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സിനിമകൾ വന്നു. അതോടൊപ്പം തന്നെ നമുക്ക് മെയിൽ വൾണറബിലിറ്റിയെ അഡ്രസ്സ് ചെയ്യുന്ന കുമ്പളങ്ങി നൈറ്റ്സ് പോലുള്ള അതിലെ സൗബിൻ്റെ ക്യാരക്ടറൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ സിനിമകളുണ്ട്. നമുക്ക് ഒരു മെയിൽ ഒരു സൊസൈറ്റിയിൽ ഒരു ഈവൻ സ്റ്റാർട്ടിങ് ഫ്രം എ
ഹൗസ് ഹോൾഡ് ചോഴ്സിൽ ചെയ്യേണ്ട ഇക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്ന വരത്തനോ അല്ലെങ്കിൽ ആർക്കറിയാൻ പോലുള്ള അങ്ങനെ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. പക്ഷേ ഞാനൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മില്ലനിയൽസിൻ്റെയും ബൂമേഴ്സിൻ്റെയും ഇടയിലുള്ള ഒരു ജെൻ എക്സ് എന്ന് പറയുന്നത് വി സ്റ്റാർട്ടഡ് വെയർ നൺ ഓഫ് ദീസ് തിങ്സ് വെർ അഡ്രസ്ഡ്. ഒരു പേട്രിയാർക്കിയുടെ അറ്റത്ത് നിൽക്കുന്നിടത്തുനിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും നമ്മുടെയൊക്കെ മനസ്സിൽ ഇതൊക്കെ മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും എന്നാൽ ഈ മാറ്റങ്ങൾ വന്നപ്പോൾ അത് പോകുന്ന എക്സ്ട്രീം കണ്ട് പേടിച്ച് നിൽക്കുന്ന ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് ഞാനൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഒരു അറ്റത്താണ് നമ്മൾ എത്തി നിൽക്കുന്നതെങ്കിലും ഇതിന് തൊട്ട് മുന്നേയുള്ള പാനൽ ലിസ്റ്റുകൾ സംസാരിച്ചതുപോലെ ടോയ്ലറ്റ് ഗ്രാഫിറ്റിയുടെ ഡിജിറ്റൽ വേർഷൻസ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു ആക്ട്രസിനെ ഒരു ഓൺട്രപ്രണർ സ്റ്റേജിൽ വെച്ച് അഭിസംബോധന ചെയ്തതുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളിൽ അതിൻ്റെ താഴെ വരുന്ന കമൻസ് വായിക്കുമ്പോൾ നമുക്കറിയാം നമ്മളുടെ സൊസൈറ്റി എവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു മാറ്റങ്ങളൊക്കെ സിനിമയിൽ ഒരു സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടെങ്കിലും ആസ് എ സൊസൈറ്റി നമ്മൾ വളർന്നിട്ടുണ്ടോ എന്നുള്ളതിൽ സംശയവുമുണ്ട്. വാലിഡ് പോയിന്റ്. ഇതിന് കൂടെ ആഡ് ചെയ്യാൻ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. വിനോദ്, അമൽ. So what I feel is like എത്രത്തോളം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാൻ പറ്റുന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഇൻ ടേംസ് ഓഫ് ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആദ്യത്തെ നമ്മളൊരു ക്യാരക്ടർ ഫോം ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ചില രൂപങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ചില പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട്. തിയേറ്ററിൽ ആ സിനിമ ഹിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പോർട്രേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആക്ടറുടെ നിറം, അയാൾ സംസാരിക്കുന്ന രീതി, അയാൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സ്പേസ്, ഇതിനെക്കുറിച്ചൊക്കെ പലപ്പോഴും ആസ് എ ഫിലിം മേക്കർ നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഹൗ നമ്മുടെ ഓഡിയൻസ് എങ്ങനെയാണ് അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളത്. ബട്ട് പ്രസൻറ്റ് ഐ തിങ്ക് ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് ചിന്താഗതികൾ, ആ ഒരു ഇമേജ് ഫോം ചെയ്യുന്ന രീതി, ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. നമ്മൾ വിചാരിക്കുന്ന ആസ്പെക്റ്റിൽ ഒരു ആക്ടർ പ്ലേസ് ചെയ്യാൻ, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ സിനിമകൾ ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ എഴുത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് അത്ര വലിയ ബാക്ക് ഡ്രോപ്സ് ചിന്തിക്കേണ്ട കാര്യങ്ങളില്ല. പക്ഷേ ഓഫ് കോഴ്സ് സ്റ്റിൽ നമ്മളിപ്പോഴും ആ ഒരു സ്റ്റീരിയോ ടൈപ്പിൽ, ആ ഒരു സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിൽ നിന്ന് കംപ്ലീറ്റ്ലി നമുക്ക് മൂവ് ഫോർവേഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സ്റ്റിൽ വി ആർ സ്റ്റക്ക് ചില കാര്യങ്ങളിൽ പോലും നമുക്ക് റീതിങ്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് ഈ ഒരു ആസ്പെക്റ്റിൽ നോക്കുന്ന സമയത്ത്. പക്ഷേ ഐ തിങ്ക് ഇതൊരു നല്ല മാറ്റത്തിനുള്ള ഒരു സമയം, ആ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ആൻഡ് ഇറ്റ് വിൽ ചേഞ്ച്. ഗ്രാജുവലി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഗ്രാജുവലി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്പേസിലോട്ട് എത്തും. പക്ഷേ സ്റ്റിൽ ഇത് ഈ ഒരു ചേഞ്ച് നമ്മളെങ്ങനെയാണ് ആ ഒരു ബൗണ്ടറിയെ നിർവചിക്കുന്നത് എന്നുള്ളതുകൂടെ അതിലൊരു ഏരിയ വരുന്നുണ്ട്. യെസ്. സോ ആ ഒരു ബൗണ്ടറി എവിടെയാണ് എന്നുള്ളത് ആസ് എ പേഴ്സൺ, ഇപ്പോൾ ഒരു ഫിലിം സൊസൈറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൂടെ നിർവചിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഒരു ഫിലിം മേക്കർ ആണെങ്കിലും ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ബൗണ്ടറി ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ വി ഓൾ ആർ ട്രൈങ് ടു ഫൈൻഡ് ദാറ്റ് ബൗണ്ടറി. അതിനപ്പുറത്തേക്ക് കടക്കാതെയോ അല്ലെങ്കിൽ കൂടുതൽ പുറകിലോട്ട് പോകാതെയോ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ആസ് എ പേഴ്സൺ ഐ ഫീൽ. താങ്ക് യു ഫോർ ദാറ്റ്. പൂജ. The thing, I mean, I don't know how to start, but a little nervous here, so I'll just get comfortable first. So, ഈ ടോപ്പിക്ക് ആദ്യം കേട്ടപ്പോൾ തന്നെ ഐ വിൽ തിങ്കിങ് അബൌട്ട് ഇറ്റ് ലൈക്ക് നമ്മൾ മലയാളികളുടെ ഒരു സൗന്ദര്യ സങ്കല്പം ഒരിക്കലും നമ്മൾ ഈ ബോളിവുഡിലൊക്കെ ആൾക്കാർ പറയുന്ന പോലെ എന്താ പറയുക സൈസ് സീറോ ഒന്നും അല്ല. നമ്മൾ പണ്ട് നേരത്തെ ചാക്യാർ പറഞ്ഞ പോലെ നമ്മൾ ജയഭാരതി ചേച്ചി, ഷീലമ്മ, ഇവരുടെയൊക്കെ സീമ ചേച്ചി, ഇങ്ങനത്തെ ഒരു സൗന്ദര്യ സങ്കല്പങ്ങളിലും പിന്നെ അതുമാത്രമല്ല നമ്മുടെ താരങ്ങൾ തന്നെ നോക്കുകയാണെങ്കിലും വിവ് ഹാഡ് എ പ്രോഗ്രഷൻ ഓഫ് ഹൗ ലാലേട്ടൻസ് ബോഡി ഹാസ് ചേഞ്ച് ഓവർ ടൈം, ഓർ നിവിൻസ് മോൾ, ഓർ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഒരു കാവ്യ മാധവൻ, ആ ഒരു ഏറയുണ്ട്. അപ്പം
എനിക്ക് തോന്നുന്നു സിനിമകളിൽ ദ ചോയ്സ് ഓഫ് ദ വേ ബോഡീസ് ഹവ് ബീൻ സീൻ ആൻഡ് യൂസ്ഡ് ഇസ് ഇച്ചിരി കൺഫ്യൂസിങ് ആണ്. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് വാട്ട് സൊസൈറ്റി സ്പീക്സ് അബൌട്ട് ആൻഡ് ഹൗ ആർ ഫിലിം മേക്കേഴ്സ് അഡ്രസ്സസ് ബ്യൂട്ടി ആൻഡ് ബോഡി ഇൻ സിനിമ, ദർ ഇസ് ഓൾവേസ് എൻ ഐറണി. എന്താ വെച്ചാൽ അതെനിക്ക് തോന്നുന്നു മലയാളിക്ക് പൊതുവേ ഉള്ളൊരു കൺഫ്യൂസിങ് സോഷ്യൽ പാറ്റേൺ ആണ്. ഒരു സമയത്ത് ഭയങ്കര പ്രോഗ്രസീവാണ്, അതേ സമയത്ത് അതേപോലെ ജീർണിച്ച ചിന്താഗതിയും ഒരുമിച്ച് ഒരു മനുഷ്യനിലുള്ള ഒരു എന്താ പറയുക ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സ്പേസ് ഒരു ആസ് എ മലയാളി എനിക്ക് തോന്നുന്നു എല്ലാവരും എംബോഡി ചെയ്യുന്നതാണ്. അപ്പോൾ അത് തന്നെ അത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സ്പേസാണ്. ഈവൻ നമ്മുടെ ലൈക്ക് ഒരു കറുത്തൊരു കോമഡിയൻ അല്ലെങ്കിൽ വലിപ്പമുള്ള ഒരു വില്ലൻ, ഈ ഒരു സങ്കല്പത്തിൽ നിന്നൊക്കെ നമ്മൾ കുറേ മാറിയിട്ടുമുണ്ട്. അത് എല്ലാ കാലത്തും ഈ മാറ്റങ്ങൾ simultaneously exist ചെയ്തിട്ടുണ്ട്. So how do you see this and what is the way forward? So it's a little tricky to think about it when you look at it historically. So yeah, and I think we'll progress forward. അമലിനോട് ചോദ്യം. അമൽ, you also write for, sorry Jojo, Jojo, you also write for your work. അപ്പോൾ ഈ എഴുതുന്ന സമയത്ത് ആദ്യകാലങ്ങളിൽ വരുന്ന ചില റെഫറൻസസ് നമുക്കുണ്ടാവില്ല. ബേസിക്കലി യുവർ ക്ലൈൻറ്റ് മൈ ടെൽ യു എനിക്ക് ഇങ്ങനെയുള്ളൊരു ക്യാരക്ടറൈസേഷൻ വേണം, അതല്ലെങ്കിൽ when you write for your ad and for your work. തുടങ്ങിയ സമയം മുതൽ ഇപ്പോൾ വരെയുള്ള സമയത്ത് ഹാവ് യു എവർ ആ ഒരു ചിന്താഗതി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടോ when you have to portray a woman? First of all, good afternoon everybody. It's a real honor to be here and sharing the stage with all of you all. ഈ ഒരു ക്വസ്റ്റിനെ പറ്റി ചോദിച്ചപ്പോൾ it's been 4 years that I've been working on ad filmmaking. And when we write stories or when we write scenes, there is a challenge of catching the attention in a few seconds. Appo it will have to stand out. And the challenge there is to make it interesting without it offending anybody. കാരണം ഇത് കാണുന്ന ഒരു വൈഡ് ഓഡിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളും എല്ലാം ഉള്ള ഒരു സാധാരണ മനുഷ്യരാണ് എല്ലാവരും. So when we are trying to get somebody's attention, it should not be by trying to crack a joke that demeans somebody. That is very important. കാരണം ഇപ്പോൾ സിനിമയിലാണെങ്കിലും ആ റൈറ്റിങ്ങിനെ പറ്റി പറയുവാണെങ്കിൽ we are used to watching a lot of films which have a lot of slapstick comedy. അത് ഒരാളുടെ നിറത്തിനെ പറ്റിയോ ആളുടെ കഷണ്ടിനെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ ഒരു നടത്തത്തിനെ പറ്റി whatever it could be. നമ്മൾ നിരവധി കണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ഉണ്ട്. അത് ഡീറ്റെയിൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് നമ്മളുടെ സിനിമയിൽ നിന്ന് സ്ലാപ്സ്റ്റിക് കോമഡി പതുക്കെ മാറി വരുന്നതിൻ്റെ ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദർ ഇസ് ദറ്റ് കോൺഷ്യസ് ചേഞ്ച് ഇൻ റൈറ്റിംഗ്. കാരണം ഇത് വർക്ക് ആവുമോ, ഇത് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ എന്നുള്ളൊരു സംഭവം ഇപ്പോഴെന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു പാസ്റ്റ് 10 years at least, a decade or more, there has been a change in the mindset of people who are writing these stories and that is coming from a place where people are calling out that action or that dialogue or that joke and saying that adu athram sheriyallallo. Like we have been conditioned to watch all these movies over these years where ഇത് കണ്ടിട്ട് നമ്മൾ അതേ തമാശ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇറക്കും. എൻ്റെ ക്ലാസ്സിലൊരു കഷണ്ടിയായ ഒരു പയ്യനുണ്ടായിരുന്നു. ഞാൻ +2ൻ്റെ കാര്യമാണ് പറയുന്നത്. ആ സമയത്ത് തന്നെ അവന് മുടിയൊക്കെ കുറവായിരുന്നു. അപ്പോൾ അവനിങ്ങനെ കുനിയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ കണ്ണാടി വെക്കുന്ന ആക്ഷനൊക്കെ കാണിക്കും, വെളിച്ചടിക്കുന്നുണ്ട്. സോ വി തോട്ട് ദാറ്റ് വാസ് ഓക്കെ, ബട്ട് ദാറ്റ് ഈസ് നോട്ട് എന്ന് നമ്മൾ ഇച്ചിരി കൂടെ പ്രായമാകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ ഡിമീനിങ് ജോക്സ് ഒക്കെ നമ്മൾ ടോട്ടലി കട്ട് ചെയ്യും. And but you know there is a big responsibility for Malayalam movies as a media because it is a part of our everyday life. നമ്മൾ ഡെയിലി സിനിമ ഡയലോഗ് ഒരു 3-4 നമ്മുടെ ഡെയിലി കോൺവെർസേഷനിൽ മിനിമം പറയും. അപ്പോൾ അത്രയ്ക്കും ഇമ്പാക്റ്റ് ഉള്ള ഒരു മീഡിയ ആകുമ്പോഴത്തേക്കും ഹൗ വി കൺവേ ആർ സ്റ്റോറീസ്. ഇപ്പോൾ ക്യാരക്ടേഴ്സ് ആയിരിക്കാം, അങ്ങനത്തെ ഒരു കളിയാക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കാം, ദോസ് സ്റ്റോറീസ് വി ഹാവ് ടു സേ. അവരുടെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമുക്ക് വേണം. നോട്ട് എവറിബഡി ഈസ് നന്മമരം. അപ്പോൾ അങ്ങനത്തെ ഡയലോഗ്സ് ഉണ്ടാവും, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടാവും. ബട്ട് ടു ഹൗ വി ഷോ ദാറ്റ്, ആർ വി ഷോയിങ് ഇറ്റ് ഇൻ ദ റൈറ്റ് ലൈറ്റ്, ഇൻ ദ റൈറ്റ് സെൻസ് ആണോ ആസ് എ ഫിൽം മേക്കർ? നമുക്ക് എത്രത്തോളം നമ്മൾ അത് ഒരു കഥ പറയുക എന്നുള്ളൊരു റോൾ മാത്രം എടുക്കുകയാണെങ്കിലും ദർ ഇസ് എ റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഫിൽം മേക്കർ, ദ സ്റ്റോറി ടെല്ലർ ടു സേ and portray it in the right sense because it is shaping the minds of young and old.
ആൻഡ് ആ ഒരു കണ്ടീഷനിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടും ഇത്ര ഒരു മീഡിയ ആകുമ്പോഴത്തേക്കും ദർ ഇസ് എ ലാർജ് റെസ്പോൺസിബിലിറ്റി. സോ അത് റൈറ്റിംഗിൽ വരുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു പേ അറ്റൻഷൻ ടു ദാറ്റ്. സത്യമാണ്, പണ്ടൊക്കെ നമ്മൾ കൈയടിച്ചിരുന്ന ഡയലോഗ് ഇപ്പോൾ അത് ടി വിയിൽ കാണുമ്പോൾ ഇതിനൊക്കെ നമ്മൾ പണ്ട് കൈയടിച്ചതല്ലേ, കുറച്ച് റിഗ്രസീവ് അല്ലേ എന്ന് തോന്നുന്നുണ്ട്. അത് കാലഘട്ടം നമ്മളെ പുസ്തകങ്ങൾ വായിച്ചിട്ടും പുതിയ സിനിമകളും മനുഷ്യരോട് സംസാരിക്കുമ്പോഴൊക്കെ. വിനോദ്, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, താങ്കൾക്ക് 4 കണ്ണുകളാണ്. അതെന്ന് വെച്ചെങ്കിൽ ക്യാമറ കണ്ണുകൂടെ നോക്കിയിട്ട് അത് ഒരു സിനിമ കാണുന്നു, അതിനുശേഷം വെൻ യു ഹാവ് ടു സീ ദാറ്റ് തിങ്സ് ഇൻ സ്ക്രീൻ. അപ്പോൾ ഷൂട്ടിംഗ് സമയങ്ങളിൽ ഈ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായതുകൊണ്ട് ചോദിക്കുകയാണ്, ഇങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള റിക്വസ്റ്റുകൾ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? അതായത് ഇത് വേണോ, ഇന്ന് വർക്ക് ചെയ്യുമോ, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബോഡി, ഫോർ എക്സാമ്പിൾ പണ്ട് കാലത്തൊക്കെ ഈ ഒരു ഫോർ എക്സാമ്പിൾ വി കോൾ ഇറ്റ് ആസ് എൻ ഐറ്റം ഡാൻസ്, യുനോ, അത് ബോളിവുഡിൽ അത് കൊണ്ടാടുന്നൊരു സംഭവമാണ്. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ ഒരു കാലത്ത് നമുക്കൊക്കെ കുറച്ച് നമ്മൾ കണ്ണൊക്കെ അടച്ചിരിക്കും, അമ്മയൊക്കെ പറയും കണ്ണടയ്ക്കൂ ഈ സീൻ കാണാന്നൊക്കെ, നമ്മളിങ്ങനെ കുറച്ച് നോക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. സോ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ആ ഒരു കാലഘട്ടം തൊട്ട് ഇപ്പോൾ നോക്കുമ്പോൾ? അങ്ങനെ പറഞ്ഞു കഴിയുമ്പം പണ്ട് ഈ പറഞ്ഞ പോലെയാണ് ഈ ഡയറക്ടേഴ്സ് ചിലപ്പോൾ പണ്ട് സിനിമകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഡാൻസ്, ഐറ്റം ഡാൻസ് പോലത്തെ ഉള്ള ഡാൻസൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അവർ ഇന്ന രീതിയിൽ എക്സ്പോസ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. കാരണം ഈ ആക്ടറോട് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആയിരിക്കാം, ഡാൻസർ ആയിരിക്കാം, അപ്പോൾ അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യുക എന്നുള്ളതുണ്ട്. ചിലപ്പം അതില്ലാതെ പറയുന്നതിനകത്ത് നമ്മൾ ബുദ്ധിമുട്ടും പറഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ലല്ലോ, അന്നും ഇന്നും ആണേലും. പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടങ്ങളുടെ അനുസരിച്ചുള്ള മാറ്റങ്ങൾ എപ്പോഴും നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. പഴയ കാലഘട്ടമല്ല ഇപ്പം. നാടോടുമ്പം നടുവേ ഓടുക എന്ന് പറയുന്നതിനകത്തുള്ള ഒരിതുണ്ട്. പിന്നെ നമ്മുടെ സമയത്തുണ്ടായിരുന്ന രീതികളല്ല ഇപ്പം. ഇപ്പം ഈ പറയുന്ന പോലെ ഒരു സമയത്ത് എക്സ്പോസ് ചെയ്തിട്ടുള്ള സിനിമകൾ, ഇപ്പം റബിക്കടൂർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അതിനകത്ത് അങ്ങനത്തെ ഉള്ള ഇതില്ല. എല്ലാം ഈ അങ്ങനത്തെ ഒരു മൂടി വയ്ക്കൽ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം. എല്ലാം ഓപ്പണപ്പാണ് ഇപ്പം. അത് കാരണം പിന്നെ ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം ബാക്കിയുള്ളൊരു ഇപ്പോൾ കളേഴ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി സ്കൂളിൽ മറ്റേ റാഗിങ്ങിൽ മരിച്ച് അതിനെ ബ്ലാക്ക് എന്ന് വിളിച്ചിട്ടാണ് അതിന് ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടായിട്ടുള്ളത്. ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ഉണ്ടായി പോലും. അപ്പം അങ്ങനത്തെ ഉള്ളൊരു കാലഘട്ടത്തിലോട്ട് വരുമ്പോൾ ഈ സിനിമ എന്നുള്ള മാധ്യമത്തിൽ അതിനകത്തൊക്കെ അങ്ങനെയല്ല എന്നുള്ള ഒരു രീതിയിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാവുന്ന ഒരു, അതായത് ഈ കുട്ടികളിൽ അങ്ങനത്തെയുള്ള ഒരു രീതിയിലോട്ടൊന്നും പോകാതിരിക്കാനായിട്ടുള്ള ഒരു സംഭവങ്ങൾ കൊണ്ടു കൊടുക്കാൻ പറ്റുമായിരിക്കണം. ആ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇതെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാം ഇപ്പം അറിയാം. പിള്ളേർക്ക് ഇപ്പം എന്തും നമ്മളോട് പഠിപ്പിക്കുകയാണ്. എൻ്റെ പിള്ളേരൊക്കെ ഇപ്പം നമ്മളോടാണ് പറഞ്ഞു തരുന്നത് ഇങ്ങനെയല്ല അങ്ങനെയാണ് കാര്യങ്ങൾ. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ. അതെ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ. കാരണം എന്തിനാ ദുബായി പോകുന്നത്, സിംഗപ്പൂർ പോയാൽ പോരെ എൻജോയ് ചെയ്യാനായിട്ടെന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു കാലഘട്ടത്തിലോട്ട് വന്നിരിക്കുകയാണ്. ഇറ്റ്സ് എ ഗുഡ് പോയിന്റ്. പൂജ, ദിസ് ഇസ് ഫോർ യു. ഈ സ്റ്റീരിയോ ടൈപ്പിക്കലായിട്ടുള്ള റോൾസ് ചില സമയത്ത് ആദ്യം നിങ്ങൾ എന്ത് സിനിമയിൽ അഭിനയിച്ചോ, ഏത് റോളായിരുന്നു, പിന്നെ ആ റോൾ തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് വരുമ്പോൾ അത് മാറ്റാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഓൾ ദ ആക്ടേഴ്സ് യു ക്യാൻ ടോക്ക് അബൌട്ട്. താങ്കൾക്കും വേറെ രൂപമായിരുന്നു പണ്ടെന്ന് എനിക്കറിയാം, ജോജോന്. Like initially I started with cop roles because of my height and my gait, so it was always like police veshangal angane. And suddenly, see, I've been very lucky here. Like I have had a journey that unlike a lot of people, എനിക്ക് കറക്റ്റ് സമയത്ത് കറക്റ്റ് സിനിമകളും കറക്റ്റ് കഥാപാത്രങ്ങളും കിട്ടിയോണ്ടാണ് എനിക്കിത് ഇച്ചിരി മാറ്റി പിടിക്കാൻ പറ്റിയത്. ഇഫ് there were no writers who could imagine me that way, പണി പാളിപ്പോയനെ. And it's also because I extensively auditioned. ഞാൻ ഇവിടെ ഒരു പടം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നില്ല. അപ്പോൾ വേറൊരു കഥാപാത്രം കിട്ടാൻ ഐ റീച്ച്ഡ് ഔട്ട് ടു പീപ്പിൾ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുഞ്ഞിൽ അവിടെ ഒരു പടം ചെയ്യുന്നത്. ജിയോ ബേബി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രീഡം ഫൈറ്റ് എന്ന് പറഞ്ഞ ആന്തോളജി. So there I did a very comic role and that changed everything for me. എന്നുവെച്ചാൽ ഇറ്റ്സ് നോട്ട് എ വെരി പോപ്പുലർ ഫിലിം അമംഗ്സ്റ്റ് ദി ഓഡിയൻസ്. പക്ഷേ സിനിമയിലുള്ള കുറേ പേര് അതാണ് ആദ്യമായിട്ട് കാണുന്നത്. ദെൻ ഐ ഗോട്ട് രോമാഞ്ചം. ആ രോമാഞ്ചം കിട്ടിയ അതേ സമയത്ത് തന്നെയാണ് ഇരട്ടിയും. അഗെയിൻ എ കോപ്പ് റോൾ ഹാപ്പൻഡ്, യുനോ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് എ നീല വെളിച്ചം ഹാപ്പൻഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആവേശം വരുന്നു. Then it's always been like now I'm getting roles where it is interesting character roles. ഇപ്പം ചിലപ്പം നമ്മളൊരു അമ്മയോ പെങ്ങളോ, യു വിൽ ബി സംബഡി, പക്ഷെ എന്നാലും
അതിൽ എന്തെങ്കിലും പെർഫോം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നുള്ള അവസ്ഥയിലോട്ട് ഐ തിങ്ക് യു ഹാവ് ടു വർക്ക് കോൺസ്റ്റൻ്റ്ലി on your craft, like constantly show that you're interesting. I think I tell my friends how I want to ആൾക്കാർക്ക് നമ്മളോട് മടുപ്പ് തോന്നിക്കാതിരിക്കാൻ എന്താ ചെയ്യാം. You know, it's not something that I've actually found an answer to, but with every film that's what I'm aiming for. How it's not just being how differently you do a character, but there is something else. In cinema, there is something else than just a craft. That's what I feel. There is some X factor, or something that hooks the audience to you as a person also. അപ്പോൾ അത് എനിക്ക് സ്റ്റീരിയോ ടൈപ്പിംഗ് വൈസ് എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ആൻഡ് ലക്കിലി ബിക്കോസ് ഓഫ് ഐ മേക്ക് ഷുവർ ദറ്റ് ഐ ഗോ ആസ്ക് ഫോർ അതർ ക്യാരക്ടേഴ്സ്. ഐ ലുക്ക് ഔട്ട് ഫോർ ലൈക്ക് ഓക്കെ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഇൻഡസ്ട്രി. ഐ വിൽ ഗോ I actively pursue. Yeah, that's what I do. ജോജോ, എൻ്റെ ആദ്യത്തെ സിനിമ ആൻഡ് അതിൽ ഒരു പ്രതീക് തിവാരി എന്ന് പറഞ്ഞ ഒരു സിംഗറിൻ്റെ ക്യാരക്ടറായിരുന്നു. അപ്പോൾ അതിൽ ഓഡിഷൻ ചെയ്യുന്ന സമയത്ത് നീണ്ട മുടിയായിരുന്നു. ആൻഡ് അതുകൊണ്ടാണ് എനിക്ക് അതിലേക്ക് ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് ആയതെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സോ ആ സമയത്ത് പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പടം ഇറങ്ങാനായിട്ട് 2-3 വർഷം എടുത്തു. ബിക്കോസ് 2019 ഓഡിഷനെല്ലാം കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ട് ഷൂട്ട് 2020 സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സെക്കൻഡ് ഹാഫ് ഇൻ 2021, പിന്നെ റിലീസ് ഇൻ 2022. അപ്പോൾ അത്രയും വർഷം ഞാൻ ആ മുടി അങ്ങനെ തന്നെ വെച്ചിരുന്നു. കാരണം പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മുടി വെട്ടിയ നീ ആരാണെന്ന് ചോദിക്കും എന്ന് എന്നോട് ക്രൂ തന്നെ പറഞ്ഞതുകൊണ്ട് ഇത് വെക്കാനായിട്ട് പറഞ്ഞിരുന്നു. സോ ഐ കെപ്റ്റ് ദാറ്റ്. ആൻഡ് അപ്പോൾ ഒരു മൊത്തത്തോടെ ഒരു 5-6 വർഷം ഞാൻ ആ നീണ്ട മുടിയായിട്ട് ഇങ്ങനെ ഇരുന്നു, അടുത്ത റോള് വരും എന്ന് പ്രതീക്ഷിച്ച്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനത്തെ ഐ പ്ലേഡ് എ നോർത്ത് ഇന്ത്യൻ ക്യാരക്ടർ. ഐ സ്പീക്ക് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഓൺലി. അപ്പോൾ പടം കഴിഞ്ഞിട്ട് ഞാനൊരു മലയാളി ആണോ എന്ന് തന്നെ ആൾക്കാർക്ക് അറിയാൻ മേലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ടു ഡു ഡൈവേഴ്സ് റോൾസ്. പക്ഷേ അതിന് ആ ഒരു അടുത്ത പടം എടുക്കുന്ന ഒരു ഡയറക്ടറോ റൈറ്ററോ എന്നെ ആ രീതിയിൽ കാണാൻ അവർക്ക് സങ്കല്പിക്കാൻ പറ്റണം. പക്ഷേ നോട്ട് എവറിബഡി ഗോസ് ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ഓഫ് സീയിങ് ബിയോണ്ട് ദി വിഷ്വൽ ഇമേജ് ഓഫ് ദ ഹെയർ ആൻഡ് ദി ബിയേർഡ് ആൻഡ് ദി ലുക്ക്. ഇയാളെ ഇങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നൊരു ഫ്രഷറിൻ്റെ കാര്യത്തിൽ ആരും ആലോചിക്കത്തില്ല. ലാലേട്ടൻ്റെ മമ്മൂക്കിൻ്റെ കാര്യത്തിൽ അവർ അത് ആലോചിക്കും. You know, they can give them that many months of time to prepare and become that character also. But for a fresher, it is very difficult to, you know, be diverse from right after the very first movie, especially when you're restricted with certain features like the long hair or beard, which classifies you into a certain number of characters only. ഇപ്പോൾ അങ്ങനത്തെ ഒരാൾ ഒരു ഡിഫെൻസ് ക്യാരക്ടറായിട്ടോ ഡിഫെൻസ് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ മേ ബി അക്കാഡമിക് സിറ്റുവേഷനുള്ളൊരു ആക്ടറായിട്ടോ ഒരു ക്യാരക്ടറായിട്ടോ ഇറ്റ് വിൽ ബി വെരി ലിമിറ്റഡ്. അങ്ങനെ ഫസ്റ്റ് തോട്ടിൽ അതിലേക്ക് പോകത്തില്ല. സോ ദാറ്റ് ഈസ് ഓൾസോ റീസൺ വൈ ഐ ഹവ് ചേഞ്ച്ഡ് മൈ ലുക്ക്. ആൻഡ് അപ്പോൾ എല്ലാവരും ഇത് കണ്ട് അടുത്ത ഷൂട്ടിന് വിളിക്കുക. Can I also add one thing? Like, ഇപ്പോൾ രോമാഞ്ചം കഴിഞ്ഞപ്പോൾ the most amount of roles that I kept getting was a role to shout at husbands. You know, initially I agreed to couple of them also, and I did a couple of them because I was a young actor who had survival also was a question. So I didn't have a choice to sit and choose and wait for years nalla kathapathram varate, because this is my only job. I am a full-time actor. So I didn't have the choice to make like, oh, idu njan ini cheyyunnilla ee stereotyped aambulum. You have to be current. I didn't have that kind of a privilege. But now I'm saying no to those things. It was like I was like, no, I'm not doing it. And then you can have that shift. Yeah. But how many people have that privilege to say no to the stereotyped Correct. roles? That's also there, I feel. ഞാൻ എപ്പോഴും പറയും, ഇന്ദ്രജിത്തിനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ മൂപ്പർക്ക് എനിക്കൊരു ഓണററി IPS എപ്പോൾ വേണേൽ കിട്ടും, അത്രയ്ക്കധികം പോലീസ് റോൾസ് ചെയ്തിട്ടുണ്ട്. സെയിം വിത്ത് സുരാജ് വെഞ്ഞാറമ്മൂട് അല്ലേ, ആ ഒരു സിനിമ മാറിയൊരു പാതയെ പറയും. അപ്പം ഈ പണ്ടൊക്കെ ചിന്താഗതി ഈ സ്റ്റീരിയോ ടൈപ്പ് ചെയ്തുകൊണ്ട് ഇവന് ഇങ്ങനെയാണോ എന്നുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അല്ലേ, ഇവരിങ്ങനെയാണോ ജീവിതത്തിലും ഇങ്ങനെയാണോ എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതിയൊക്കെ വരും. അതൊക്കെ മാറി ഇപ്പം, അത് മാറി. അങ്ങനെ ഒരു മാറ്റം കൂടി ഉണ്ടായിട്ടുണ്ടല്ലോ. പണ്ടൊക്കെ ഇവർ ഈ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ജീവിതത്തിൽ അങ്ങനെ തന്നെയാണോ, അങ്ങനത്തെ ഉള്ളൊരു ഈ അങ്ങനെ ആളെ കിട്ടണേ തന്നെ മെയിൻ ആർട്ടിസ്റ്റുകളെ ഒന്നും കിട്ടില്ല.
ഇപ്പം കുളിക്കടവിലുള്ള ഇത് എങ്ങനെ എടുക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോലെയുള്ള ആൾക്കാരെ കൊണ്ടുവരിക. കാരണം അവരേ ഉള്ളൂ അങ്ങനെ ചെയ്യുള്ളൂ. മീൻസ് അങ്ങനത്തെ ഉള്ള ഒരു അവർ ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതാണെന്നോ അല്ല ഇതൊന്നും അല്ല പറയുക. അപ്പോൾ അവർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഷൂട്ട് കഴിഞ്ഞ് ഈ ഫിലിം റിലീസൊക്കെ ആയി കഴിഞ്ഞിട്ട് ശരിക്കും അവർ അങ്ങനത്തെ ആൾക്കാരാണോ എന്നുള്ളൊരു ഇതാണ്. കാരണം പല പടങ്ങളിലും അവർ തന്നെയാണ് വരിക, ഇങ്ങനത്തെ സീക്വൻസ് ഉണ്ടെങ്കിൽ വരിക. ഇത് ഫിലിം മേക്കേഴ്സിനാണ് രണ്ടുപേരും. സുദീപ് അമൽ, നിങ്ങൾ എഴുതുന്ന സമയത്ത് വെൻ യു ഹാവ് ടു സ്റ്റാർട്ട് റൈറ്റിംഗ്, ഒരു ക്യാരക്ടറൈസേഷനിൽ വരുമ്പോൾ പല റെഫറൻസസും വരും ബാക്കിൽ നിന്നൊക്കെ. സോ ഈ ഇതിൽ വരുമ്പോൾ എത്രത്തോളം ഈ വക പ്രശ്നങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ഇപ്പോൾ എഴുതുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു വലിയ പ്രപഞ്ചം അവിടെ ഫേസ്ലെസ് എനിമി കംസ് ആൻഡ് എന്താ പറയുക ഗിവ്സ് യു ഇത് കഴിഞ്ഞ ശേഷം നിങ്ങളോടുള്ള. അപ്പോൾ ഇതിലൊരു കൺഫ്ലിക്റ്റ് ഉണ്ട്, വേണോ എത്ര പോവാം എത്ര പോണ്ട എന്നുള്ളൊരു ഇതിൽ അത് എഴുത്തിനെ എഫക്റ്റ് ചെയ്യാറുണ്ടോ? അത് വെൻ യു ഹാവ് ടു ക്രിയേറ്റ് ദിസ് മൂവീസ് നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ പ്രോസസ്സിലും ഒക്കെ മൈൻഡിൽ ഉണ്ടാകുന്ന കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് എന്താണ് ഈ ടു ബ്രിങ്ങിങ് പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് ബോഡി ഇമേജസ് ഓർ ഈവൻ സ്റ്റീരിയോടൈപ്പിംഗ് പറയില്ല, അത് നമുക്ക് വേണമെങ്കിൽ അത് മാറ്റാവുന്നതാണ്. ബട്ട് മനുഷ്യരുടെ കണ്ണിൽ കൂടെയുള്ള യാത്ര. So for me, it's like ഞാൻ എഴുതുന്ന സമയത്ത് ആക്ടേഴ്സ് ആരാണെന്നുള്ളത് ഒരിക്കലും ആലോചിക്കാറില്ല. ഐ റൈറ്റ് ഇൻ മൈ ഓൺ വേ. മേ ബി ഞാനൊരു 1 വീക്കിലായിരിക്കാം ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. മേ ബി ഗോ ഫോർ ലൈക്ക് ഒരു 1 മന്ത് പോവാം, ഇറ്റ് ഡിപ്പെൻസ്. പക്ഷേ ആ സമയത്തൊന്നും ആക്ടേഴ്സിനെ കുറിച്ച് ചിന്തിക്കാറില്ല. ബട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ വെൻ ഓൾ ദീസ് തിങ്സ് വർ ഹാപ്പനിങ് ഇൻ സോഷ്യൽ മീഡിയ, ഞാനും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു എഴുതുന്ന സമയത്ത്. ഒരു റിവ്യൂവർ ഇതിൻ്റെ ഒരു നെഗറ്റീവ് പേഴ്സ്പെക്റ്റീവ് പറയോ, ബോഡി ഇമേജസിനെ കുറിച്ചുള്ള ചിന്താഗതികൾ മാറ്റി പറയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ലേറ്റർ ഓൺ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഷുഡ് റൈറ്റ് ലൈക്ക് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ എഴുതണം. ആ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഈ ഡിസ്കഷൻസും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ എത്രത്തോളം ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെന്നുള്ളത്. അല്ലാതെ നമ്മൾ മനഃപൂർവ്വം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നമ്മൾ എഴുതുന്ന സമയത്ത് ഈ ചിന്തകളൊക്കെ ക്യാരി ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ ഡെഫിനറ്റ്ലി ആ എഴുത്ത് കംപ്ലീറ്റ് ആവില്ല. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഒരിക്കലും അവിടെ പുറത്തിരിക്കുന്ന ഒരു ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാനും പറ്റില്ല. സോ ഐ ബിലീവ് ദാറ്റ് നമ്മൾ എഴുതുന്ന ആ ഒരു പേഴ്സ്പെക്റ്റീവ് നമ്മുടെ മാത്രം ചിന്താഗതികളായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പിൻ്റെ ചിന്തയിൽ മാത്രം പോകുന്നതായിരിക്കണം. ദെൻ ലേറ്റർ ഓൺ യു ക്യാൻ ലൈക്ക് നിങ്ങൾക്ക് നിർവചിക്കാൻ പറ്റും ഈ ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ സ്പേസിൽ നിങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. ഇഫ് യു ആർ ലൈക്ക് ഇപ്പോൾ പല വിമർശനങ്ങളും വരുന്ന പല സിനിമകളും, അതായത് വലിയ സ്റ്റാർസ് ഉള്ള സിനിമകൾ തന്നെ ഒരു എന്താ പറയുക പുരോഗമനം എന്ന് പറഞ്ഞ് എഴുതുന്ന ഒരിക്കലും ആ ഒരു പുരോഗമനത്തിലോട്ട് എത്താതെ പാതിവെന്ത പല പ്രോഡക്ട്സ് ആയിട്ട് മാറുന്നുണ്ട്. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദാറ്റ്. ആ ഒരു പുതിയ ചിന്ത കൊണ്ടുവരണം, അല്ലെങ്കിൽ എല്ലാവരും സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കണം എന്നുള്ള ചിന്തയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു, എന്നാൽ ആ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആവുന്നില്ല. സെയിം ടൈം വി ആർ ലൈക്ക് സ്റ്റക്ക്. നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് ആ ഇമ്പാക്റ്റ് കൊടുക്കാനും സാധിക്കുന്നില്ല. സോ ഇറ്റ്സ് ലൈക്ക് വി ആർ സ്റ്റിൽ ലിമിറ്റഡ് ഫോർ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ബട്ട് എഴുതുന്ന സമയത്ത് അങ്ങനെ റെസ്ട്രിക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ്. ഡു യുവർ ആർട്ട്. നിങ്ങൾ ബെസ്റ്റ് ആയിട്ടുള്ള എന്താണോ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യുക. ദെൻ ലേറ്റർ ഓൺ വി ക്യാൻ വർക്ക് ഔട്ട് ഓൺ ഓൾ ദീസ് തിങ്സ് ആൻഡ് എവറിത്തിങ്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. സുദീപ്, ഞാനതിന് ആൻസർ അതിലേക്ക് എത്താൻ ശ്രമിക്കാം. ഞാനിങ്ങനെ പല പല പോയിൻറ്റ്സുകൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം കുറേ സ്ട്രീം ഓഫ് തോട്ട്സ് വന്നു. സോ ഐ എം ജസ്റ്റ് ട്രൈങ് ടു അതിനെ ഒന്ന് നാരോ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഇപ്പോൾ ഒന്ന് വിനോദിനോട് ചോദിച്ചതുപോലെ നിങ്ങൾക്കൊരു ഡിമാൻഡ് വരാറുണ്ടോ ഇങ്ങനത്തെ ഒരു പർട്ടിക്കുലർ ഐറ്റം സോങ് എടുക്കണം, അല്ലെങ്കിൽ ബോഡി ഷേമിങ്ങിൻ്റെ ടൈപ്പ് ഓഫ്? എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പലപ്പോഴും തിരിച്ചിങ്ങോട്ട് ഡിമാൻഡ് വരാറുണ്ട്, ഞങ്ങളുടെ അങ്ങനത്തെ ഒരു ഷോട്ട് എടുക്കാമോ? ആ കാര്യം നമ്മളിപ്പോൾ അങ്ങനെ ഒളിച്ചു വെക്കുന്ന അവസ്ഥയിലല്ല. കാര്യം നമ്മുടെ റീൽസും നമ്മളുടെ പല കാര്യങ്ങളും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം സോ ഇതെല്ലാം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊക്കെ നിൽക്കുന്നത് ഒരു ഭയങ്കര സ്റ്റീരിയോ ടൈപ്പ് പേട്രിയാക്കൽ സൊസൈറ്റിയിൽ നിന്നും സ്റ്റെപ്പ് ഓവർ ചെയ്യുന്ന, അപ്പം മാറ്റം വേണമെന്ന് ആഗ്രഹിച്ച് വളർന്നു. പക്ഷെ മാറ്റം കണ്ടപ്പോൾ ഞെട്ടിയിട്ട് ഇത്രയും മാറ്റം വേണോ എന്നും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ അമേരിക്കയിലെ ഇമിഗ്രേഷന് വേണ്ടി ചെല്ലുമ്പം അവർ നമ്മളോട് ഫസ്റ്റ് ചോദിക്കുന്നത്
ആർ യു ദേ ഓർ ദം? അപ്പം ഞാൻ ആദ്യം ഓർത്ത് എൻ്റെ തടി കണ്ടിട്ടാണ് രണ്ടുപേരുണ്ടെന്നാണ് ഒരു. സോ ഇതിൻ്റെ അകത്ത് എവിടാണ് ബോഡി ഷേമിങ്? അതിലാണോ ഉള്ളത്, അതോ എൻ്റെ ഈ പ്രൊനൗൺ പറയുന്നതിലാണോ ഉള്ളത്? സോ ഇത് ഞാനൊരു തമാശ പറഞ്ഞു, ബട്ട് സ്റ്റിൽ ഐ എം ജസ്റ്റ് സെയിങ്, നമ്മളിതിനെ എക്സ്ട്രീമിലേക്ക് കൊണ്ടുപോയത് കൊണ്ടാണ് അതിൻ്റെ റിയാക്ഷണറി ആയിട്ട് ട്രംപിനെ പോലുള്ളവരൊക്കെ ജയിച്ച് വരണ്ടിയും വരുന്നത്. കാര്യം റൈറ്റ് വിങ്ങിന് ഇത്രയും കയറി വരേണ്ട ഒരു പോസ്റ്റ് ട്രൂത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്, മറ്റേത് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തെ ഒരു ചർച്ചകളൊക്കെ ആ എക്സ്ട്രീം വരെ എത്തി. കുട്ടികളിൽ അതുപോലുള്ള ഇൻഡോക്ട്രിനേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിലനിൽക്കുന്നതുകൊണ്ട് ശരിയാണ്, നമ്മൾ എഴുതാൻ നേരത്ത് നമ്മൾ ചിന്തിക്കുമെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം എഴുതിയ 2-3 ആർട്ട് ഹൗസ് പടങ്ങളൊക്കെ, അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ കുറേ ചിന്തിച്ച് എഴുതാനൊക്കെ തുടങ്ങി, അതിനൊക്കെ അപ്രിസിയേഷൻ കിട്ടി. ഇത് കഴിഞ്ഞ് നമ്മളൊരു കൊമേഴ്ഷ്യൽ സിനിമ എടുത്തപ്പോഴാണ് നാട്ടുകാരുടെ ചീത്തവിളി മുഴുവൻ കേട്ടത്. അതോടുകൂടി നമുക്ക് ഇനിയിപ്പോൾ എന്താരും പറഞ്ഞാലും ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിൽ എത്തിയത് കൊണ്ട് ഇപ്പം എനിക്ക് ഇഷ്ടമുള്ളത് അങ്ങ് എഴുതുക. അതിൻ്റെ അകത്ത് കാര്യം ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ സ്റ്റീരിയോ ടൈപ്പിംഗ് വേണ്ടാന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്? ഞാനൊരു പാനൽ ഡിസ്കഷൻ ആയതുകൊണ്ട് മറ്റൊരു തോട്ടം കൂടെ എടുത്തിടുകയാണേ. നമുക്ക് സ്റ്റീരിയോ ടൈപ്പിംഗ് ഒരു പരിധിവരെ വേണ്ടേ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ബിക്കോസ് ഇപ്പോൾ നമ്മൾ സ്റ്റീരിയോ ടൈപ്പിംഗ് അല്ലെങ്കിൽ പോലും ട്രോപ്പുകൾ, ഒരു കഥ എഴുതുമ്പോൾ വി നീഡ് സം ട്രോപ്സ് ടു എസ്റ്റാബ്ലിഷ് സർട്ടൻ തിങ്സ്. ചില കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ. ഉദാഹരണത്തിന് ഇപ്പോൾ പുറത്തൊരു സിനിമ, ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണെങ്കിൽ അവിടെ ഇൻവെസ്റ്റിഗേറ്ററുടെ അപ്പൻ എവിടെ അമ്മ എവിടെയെന്ന് ആരും ചിന്തിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ വരുമ്പം നമുക്ക് പലപ്പോഴും ഇയാളൊരു ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റിംഗ് ആളല്ലല്ലോ. നമ്മളെല്ലാവർക്കും ഫാമിലി ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ചില ട്രോപ്പുകൾ ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ പറയണമെങ്കിൽ നമുക്ക് ചില സ്റ്റീരിയോ ടൈപ്പുകളും വേണ്ടേ. ഒരു അമ്മാവൻ, അത് കംസനായാലും ഇന്നത്തെ കാലത്തും ഒരു സ്വല്പം ചൊറിയൻ, സ്വല്പം, അത് നമ്മൾ അമ്മാവനാകുമ്പോഴാണ് അത് കറക്റ്റ് ആവുന്നത്. അതിന് അമ്മാവന് പകരം നമ്മളത് വേറെ ഒരു ആളായാൽ ചിലപ്പോൾ ശരിയാവുമോ? അപ്പം അതൊരു സ്റ്റീരിയോ ടൈപ്പിംഗ് ആണോ, ഓർ ആർ യു ഫോളോയിങ് എ ട്രോപ്പ് ത്രൂ വിച്ച് യു ക്യാൻ ടെൽ ദ സ്റ്റോറി എന്നുള്ള ഒരു നാരോ ലൈനാണ് ആ ട്രോപ്പും സ്റ്റീരിയോ ടൈപ്പും തമ്മിൽ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കിപ്പം ബോഡി ഇമേജിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴും നമുക്ക് ചില സ്ഥലങ്ങളിൽ സ്റ്റീരിയോ ടൈപ്പിങ്ങിലേക്ക് പോകേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി ചിന്തിച്ചു കഴിഞ്ഞാൽ കാട് കയറി പോകുമെന്ന് ഓർത്ത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, മലയാളികളിപ്പം ഈ നവോത്ഥാനം പറഞ്ഞ് വി ഹാവ് ഗോൺ ടു, എന്താ പറയുന്നത്, നമുക്കൊരു പോസിറ്റീവ് രീതിയിലും ആൾക്കാരെ കളിയാക്കുന്ന അതായത് നമ്മൾ ബോഡി ഷെയ്മിങ് അല്ല, വി ആർ കൺഗ്രാജുലേറ്റിംഗ് യു അതിലൂടെ. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, മസിലളിയൻ എന്ന വാക്ക്, അത് നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ട് പറയുകയാണ്, നിനക്ക് മസിലുണ്ട്. പക്ഷേ ബേസിക്കലി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നിനക്ക് ബുദ്ധിയില്ല എന്നാണ്. മസിലളിയൻ, അത് മസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മസിലളിയൻ എന്നുള്ള ടേം അങ്ങനെ വന്ന് ആ ആൾ എന്ത് കഷ്ടപ്പെട്ട് അയാൾക്ക് ഇപ്പോൾ ഒരു ലെവലിൽ എത്തി പ്രൂവ് ചെയ്യേണ്ടി വന്നു ദാറ്റ് ഞാൻ വെറും മസിലളിയൻ മാത്രമല്ല, എനിക്ക് ഇവിടം വരെ എത്താൻ പറ്റും എന്നുള്ളത്. അപ്പം ഈ അങ്ങനത്തെ ഇതിൻ്റെ ഇപ്പുറത്തെ വശങ്ങളും ഉണ്ട്. വെൻ വി ആർ പോസിറ്റീവ്ലി സെയിങ് സം ബോഡി ലാംഗ്വേജസ് ഓൾസോ വി ആർ ട്രൈയിങ് ടു ഇകഴ്ത്താനുള്ള ഒരു ശ്രമവും അതിൻ്റെ അകത്ത് മലയാളിക്കുണ്ട്. അപ്പം ഇത്രയും ചിന്തിക്കുമ്പം ചിലപ്പോൾ നമ്മൾ എഴുതിപ്പോവും, അങ്ങ് എഴുതിപ്പോവും ആ ഫ്ലോയിൽ, അധികം അത് ചിന്തിക്കാൻ ശ്രമിക്കുന്നില്ല. അധികമായ അമൃതം വിഷം, അത്രേ ഉള്ളൂ. സി ടെലിവിഷനിലും അതെയാണ്. ഞാൻ ക്വിസ് തുടങ്ങിയ സമയത്ത് 1998, അപ്പോൾ 2000 ആയപ്പോൾ എന്നോട് എൻ്റെ അമ്മ ചോദിച്ചത്, ഇനി ജീവിതകാലം വേണം ക്വിസ് ചെയ്യാൻ പോകണോ എന്ന് വെച്ചു. അന്ന് മാറ്റി ഞാൻ, പിന്നെ സഞ്ചാരി തുടങ്ങി. അപ്പോൾ പക്ഷേ ടെലിവിഷനിൽ ഞങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല. പിന്നെ തടിയൊക്കെ നമ്മളും കേട്ടിട്ടുണ്ട്. ഒരിക്കൽ എൻ്റെ മോനെ 6 മാസമായപ്പോൾ അവനെ ഞാൻ ഈ നമ്മൾ ഗുരുവായൂർ എന്താ ചോറൂണ് കൊടുക്കുമല്ലോ, എനിക്ക് ഇവനെ നോക്കാൻ പറ്റിയിട്ടില്ല, ഭഗവാനെ നോക്കാൻ പറ്റിയിട്ടില്ല. ആൾക്കാർക്ക് എന്തൊരു തട്ടിയാന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈശ്വരൻ, ഞാൻ ഏറ്റവും നല്ലൊരു എന്താ പറയുക മൊമെൻ്റാണ്. പക്ഷേ ബോഡി ഷേമിങ്ങിൽ ഞാൻ അങ്ങോട്ട് മുങ്ങിപ്പോയി. നിങ്ങളുടെ അഭിപ്രായത്തിൽ എല്ലാവർക്കുള്ള ചോദ്യമാണ്, ഒരു സിനിമ അതല്ലെങ്കിൽ ഒരു ഡയറക്ടർ അതല്ലെങ്കിൽ ഒരു ആക്ടർ, ആർക്ക് വേണേൽ എടുക്കാം, ഹു വാസ് ജസ്റ്റ് ഇതിൻ്റെയൊക്കെ മാനദണ്ഡങ്ങളെ മാറ്റി മറിച്ച് നമുക്ക് മുമ്പിൽ ഇപ്പോഴും ത്രൈവ് ചെയ്യുന്ന ഒരു ആക്ടർ, ഒരു സിനിമ അല്ലെങ്കിൽ ഫിലിം മേക്കർ, വാട്ട് എവർ യു ഫീൽ ദാറ്റ് ഇതൊന്നും ബാധകമല്ലാത്ത ഒരു പ്രോഡക്റ്റ് ഉണ്ടോ നിങ്ങളുടെ മനസ്സിൽ? ദ വേ ദേ പ്രൊജക്ട് ടു ദ സൊസൈറ്റി, ദ കൈൻഡ് ഓഫ് ഫിലിംസ് ദാറ്റ് ഡയറക്ടർ മേക്ക്, അതെങ്കിൽ ജോജു? എല്ലാവരുടെയും മനസ്സിൽ ചിലപ്പോൾ വന്നിരിക്കുന്ന ഒരു ആക്ടർ മമ്മൂക്ക ആയിരിക്കും. ഓക്കെ. Because he's been pushing boundaries for years now. അതെ. And ആള് ആസ് എ വെരി എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ എന്നുള്ളത് ഇനി തെളിയിക്കേണ്ട ആവശ്യമില്ല. So now he has the luxury of exploring such different characters which are coming to him. And it's an amazing thing that such stories are written here. And there are actors like him who are taking it up and paving the way for actors like us
to do anything without worry of judgment. ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ തന്നെ we are setting ourselves up for criticism from the moment your movie releases. Right. Like ഇവർ കൊള്ളാവോ, കാണാൻ കൊള്ളാവോ, ആക്ടിങ് കൊള്ളാവോ, ഇതിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു, and everybody in that film, be it the director, എല്ലാ techniciansum, they're all being judged for their work. And similarly actors, because they're in the on screen, they're in front of the people. അപ്പോൾ അങ്ങനെ ജഡ്ജ് ചെയ്യുന്ന ഒരു ജഡ്ജ് ചെയ്യപ്പെടുന്ന ഒരു ജോബാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ പല പ്രാവശ്യം ആലോചിക്കും ഇത് ചെയ്താൽ എങ്ങനെ ഇരിക്കും, ആൾക്കാർ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും, ഇത് അത് ഓൾ ദീസ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ദാറ്റ് പുഷ് ബൗണ്ടറീസ് ഓഫ് മോറൽ തിങ്കിങ് ഇൻ സൊസൈറ്റി. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എടുത്തിട്ട് ഹീ ഈസ് ഡൂയിങ് ഇറ്റ് വിത്ത് സച്ച് എലഗൻസ് ആൻഡ് ഗ്രേസ്. ആൻഡ് കൂടാതെ ഹീ ഈസ് giving us courage to take up any character that is challenging and maybe different. അത് നമ്മളുടെ ഒരു പേഴ്സണൽ ചിന്താഗതിയിൽ നിന്ന് ചിലപ്പോൾ മാറിയിരിക്കുന്നതായിരിക്കാം, ബട്ട് ആസ് എൻ ആക്ടർ യു ഹാവ് എ മോറൽ ഒബ്ലിഗേഷൻ ടു ഡു യുവർ ക്യാരക്ടർ വിത്ത് ജസ്റ്റിസ് എന്നുള്ളത്. ഹീസ് ഡെഫിനറ്റ്ലി എ ഷൈനിങ് എക്സാമ്പിൾ ഇൻ ദാറ്റ് ഓൺ ദാറ്റ് ഫ്രണ്ട്. വിനോദിനുണ്ടോ മനസ്സിലൊരാൾ അങ്ങനെ? അതായത് ഒരു ആക്ടർ ഓർ ഫിലിം മേക്കർ അതല്ലെങ്കിൽ ഒരു സിനിമ ഈ മാനദണ്ഡങ്ങളൊക്കെ മാറ്റിമറിച്ചു എന്ന് തോന്നിയിട്ട് നമ്മുടെ മലയാളത്തിൽ ഇപ്പം മനസ്സിൽ വരുന്നൊരു പേരുണ്ട്. ആരായാലും മതി. ചാക്കോച്ചൻ. ഓക്കെ. ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു അത് ഈ ചോക്ലേറ്റ് ബോയ് ഹീറോയിൽ നിന്ന് മാറി അല്ലേ? ഓക്കെ. അമലിനുണ്ടോ? ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, ആക്ടർ, ഡയറക്ടർ ഓർ സിനിമ. Because I'm a big Mammootka fan, always Mammootka, and of course I agree with him. Chakochan also. ഞാൻ റീസെൻ്റ്ലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ കണ്ടു. അതായത് ലൈക്ക് ചാക്കോച്ചൻ പറയത്തക്കതായിട്ടുള്ള ഒരു പുള്ളിയുടെ ഒരു ഇപ്പോൾ ഹാർഡ് കോർ ഫാൻ ബേസ് അല്ലെങ്കിൽ ഒരു ഫാൻ ഷോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചാക്കോച്ചൻ്റെ പലപ്പോഴും നമ്മൾ കാണാറില്ല. ഒരു നോർമൽ ഫിലിം വരുന്നു എന്നുള്ള രീതിയിലാണ് കാണാറ്. പക്ഷേ ഹീസ് ഡൂയിങ് ഫിലിം വിത്ത് എവറി ഡയറക്ടേഴ്സ്. മലയാളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള എല്ലാവരുടെ ഒപ്പം സിനിമകൾ ചെയ്യുന്നു. ആൻഡ് ഹീസ് പെർഫോമിങ് വെൽ. ചാക്കോച്ചനെ എന്നാ താൻ കേസ് കൊടുപോലുള്ള ഒരു സിനിമയിൽ എങ്ങനെയാണ് പുള്ളിയെ ആ ചോക്ലേറ്റ് ഇമേജിൽ നിന്ന് മാറ്റി പോർട്രേ ചെയ്യുന്നത് എന്നുള്ളത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. നെക്സ്റ്റ് ടൈം നമ്മൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ ചാക്കോച്ചനെ ഒരു വില്ലനായിട്ടാണ് കാണുന്നത്. ആൻഡ് ഹി ഹാസ് അറ്റംപ്റ്റഡ് ഇറ്റ് ലൈക്ക് ബിഫോർ ഓൾസോ. ഒരു വില്ലൻ ക്യാരക്ടർ ഒക്കെ ചെയ്ത് പുള്ളി എങ്ങനെയാണ് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഫോർ മീ ചാക്കോച്ചൻ ആൻഡ് മമ്മൂക്ക. ആൻഡ് ഓഫ് കോഴ്സ് മമ്മൂക്കാനെ പറ്റി പറയുന്ന സമയത്ത് വാട്ട് ഹീ ഡിഡ് ബ്രഹ്മയുഗത്തിൽ ചെയ്തിട്ടുള്ളത്, ടുവേർഡ്സ് എൻഡിങ് എത്തുന്ന സമയത്ത് ഐ ഡോണ്ട് നോ എനി സൂപ്പർ സ്റ്റാർ ഇൻ എനി ഇൻഡസ്ട്രി വിൽ എഗ്രി ഓൺ ദാറ്റ്. ലൈക്ക് പുള്ളി ഇല്ല ക്ലൈമാക്സിൽ, അർജുനാണ് പ്ലേ ചെയ്യുന്നത് ആ ഒരു ക്യാരക്ടറിനെ. ആൻഡ് ആ ഒരു ഭാഗത്ത് പുള്ളിയില്ല. ഹീസ് പ്ലേയിങ് ലൈക്ക് എ വില്ലൻ. ആൻഡ് പുതിയ വരുന്ന സിനിമയിലും ഹീസ് പ്ലേയിങ് ഓപ്പോസിറ്റ് വിനായകൻ. സോ ഐ ഡോണ്ട് നോ ഹൗ കുഡ് എ പേഴ്സൺ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നതെന്നുള്ള ഈ ഇത്രയും സ്റ്റാർഡപ്പിൽ നിൽക്കുന്ന സമയത്ത്. റീസെൻ്റ്ലി GVM ആണെന്നുണ്ടെങ്കിലും ഡൊമിനിക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ like any superstars from Tamil would not do a character like that, means Dominic പോലുള്ളത്. So yeah, we got examples like നമ്മുടെ മുമ്പിൽ കുറേ പേരുണ്ട് അങ്ങനെ ചെയ്യുന്നത്. And I'm really interested വിനീതേട്ടൻ ഇനി ചെയ്യാൻ പോകുന്ന സിനിമ എങ്ങനെയാണെന്നുള്ളത്. ബിക്കോസ് ചെന്നൈ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എങ്ങനെ താഴ്ത്തി കെട്ടിയിരിക്കുന്ന സമയമാണ്. ബട്ട് I'm really hoping that he's coming back. ഇപ്പോൾ ലാസ്റ്റ് ഇൻ്റർവ്യൂവിലും പുള്ളി പറഞ്ഞു ഒരു ചെന്നൈ ക്യാരക്ടറുള്ളതിനെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് മലയാളി ആക്കിയിട്ടുണ്ടെന്നുള്ളത്. സോ യെസ്, നമ്മളുടെ മുമ്പിൽ അങ്ങനെ കുറേ ഉദാഹരണങ്ങളുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ആസ് മലയാളീസ് നമ്മൾ ആ ഒരു സ്റ്റീരിയോ ടൈപ്സ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ശ്രമിക്കുന്ന ആളുകളാണ്. സുദീപ്, ഞാൻ അങ്ങനെ കാണുന്ന ഒരാളെ കുറിച്ച് പേര് പറഞ്ഞാൽ വിനോദും 100% അതിൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ സിനിമയിലേക്ക് വരാൻ കാരണമായതും മറ്റു പല ഡയറക്ടേഴ്സിനും സിനിമയിൽ ഒരു പടം എടുക്കാൻ കാരണമായതും ക്യാമറാമാൻ, സിനിമാറ്റോഗ്രാഫർ വേണു സാറാണ്, വേണു ISC. ഞാൻ കണ്ടിട്ടുള്ള ഇത്രയും ബൗണ്ടറീസ് പുഷ് ചെയ്യുന്ന ഒരാളെ വിനോദിൻ്റെ ഗുരുവാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന അത്രയും വെറൈറ്റി, ബുദ്ധദേവദാസ് ഗുപ്തയുടെ കൂടെ ഒരു ആർട്ട് ഫിലിം എടുത്തിട്ട് ഇവിടെ വന്ന് റാംജി റാവു എടുത്തിട്ട് അവിടെ പോയി പ്രഭുദേവയുടെ നുവോസ്തനന്ദ എടുത്തിട്ട് SJ സൂര്യയുടെ ആ എടുത്തിട്ട് ഇവിടെ വന്ന്
പത്മരാജൻ്റെ കൂടെ, ജോൺ അബ്രഹാമിൻ്റെ കൂടെ ആദ്യത്തെ പടം, എല്ലാ മനുഷ്യരുടെ ആദ്യത്തെ പടം ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ആയാലും പിന്നെ ആർട്ട് ഹൗസ് ആയാലും അങ്ങനെ ആളുകൾ അദ്ദേഹം എടുത്ത സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെ വെറൈറ്റി, അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയിലുള്ള ദയ കോൺട്രിബ്യൂഷൻ. അല്ലേ? ആദ്യത്തെ സിനിമ ഡയറക്റ്റ് ചെയ്ത് ദയല്ലേ? ദയ. അപ്പോൾ അങ്ങനെ ബൗണ്ടറീസ് പുഷ് ചെയ്ത് ഓരോ സിനിമയിലെ ഇൻവോൾവ്മെൻറ്റ്, അതിൽ തന്നെ സിനിമാറ്റോഗ്രഫിയിൽ കൊണ്ടുവരുന്ന ഓരോ സിനിമയ്ക്കും ആവശ്യമായ രാജീവ് മേനോൻ്റെ മിൻസാർക്കാണ്. സോ അതുപോലൊരു ബോഡി ഓഫ് ഫിലിംസാണ്. അപ്പം ഞാൻ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല ജനറലി സിനിമയിൽ ഞാനങ്ങനെ വളരെ നോക്കിക്കാണുന്ന ഒരു ആളാണ്. വേണിച്ചേട്ടനല്ലേ സത്യം പറയാച്ച കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാഷണൽ അവാർഡ് മേടിച്ചിരിക്കുന്ന ഏക സിനിമാറ്റോഗ്രാഫർ 3 പ്രാവശ്യം ഒരുമിച്ചോ അല്ലെങ്കിൽ 2 പ്രാവശ്യം? കറക്റ്റ്. യാ, മിസ് ബീറ്റീസ് ചിൽഡ്രൻ ആൻഡ് സംതിങ് എൽസ്, താഴ്വാരം. കറക്റ്റ്. പൂജ? For me, I think I find this time very interesting. എന്താ വെച്ചാൽ നമ്മൾ വളർന്ന സമയത്ത് ഈ ഹീറോയിൻസിൻ്റെ സെൽഫ് ലൈഫിനെ പറ്റി ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ്. അപ്പം എന്നിട്ട് ആൾക്കാർ, നടിമാർ വരും, കല്യാണം കഴിക്കും, അമേരിക്കയിൽ പോവും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആസ്പയർ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും മറ്റേ സ്പോർട്സുകാരുടെ ലൈഫ് പോലെയാണ് ഈ ആക്ട്രസസ് ലൈഫ് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഞാനൊക്കെ മെൻ്റലി ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. ഐ വോണ്ട് ടു ബി എ KPC ലളിത, ലൈക്ക് യുനോ. ഞാൻ എല്ലാവരുടെയും അമ്മയായിട്ടും അമ്മൂമ്മയായിട്ടും അത് ഏത് പ്രായത്തിലാണെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ at this time, then you see a Deepika Padukone or Alia Bhatt, or even for now in Malayalam we see like a Jyotirmayi, or all of them breaking the conventional stereotypes of a middle-aged woman and a woman who has have given birth, or even like going for things like surrogacy and do like how they push their career and balance their personal life. That is very interesting for me, like a Nayanthara, or like, and for the first time I am also seeing like even close to 40 you can be a superstar, being a woman. So I think that is a narrative in Indian cinema that we didn't have before. So I am very excited seeing the work of all these actresses. ഒരു ബെല്ലടിച്ചപ്പോൾ ഷോ തുടങ്ങുകയും വേണമെങ്കിൽ ഷോ എൻഡ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഒറ്റ ചോദ്യം, ക്വിസ് ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും ഒരു റാപ്പിഡ് ഫയർ വന്നേ പറ്റൂ, എൻ്റെ ബ്ലഡിലുള്ളതാണ്. അപ്പോൾ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം എല്ലാവർക്കും. അപ്പോൾ ഇത് സമ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ ആണല്ലോ. സോ 2050 നിങ്ങൾ മലയാള സിനിമയിൽ കാണാവുന്ന ഒരു മാറ്റം. വേഗം എല്ലാവരും പഠിച്ചല്ലോ. ആദ്യം വിനോദിനോടാണ്. എന്തായാലും മതി, മാറ്റം എന്നില്ല, സംതിങ് യു വുഡ് ലൈക്ക് ടു സീ. എല്ലാം ഓപ്പണായിരിക്കും. എന്താ? എല്ലാം ഓപ്പണായിട്ട് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യവും പിന്നെ വിഷ്വലിയും അങ്ങനെ തന്നെ വരും. വെരി ഗുഡ്. Maybe നമ്മുടെ I would like to see much more big theatrical experiences, like ഇപ്പോഴും നമ്മുടെ തിയേറ്റേഴ്സ് അത്ര പോരാ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ I'd like to see the best outs, like നമ്മൾ തിയേറ്ററിൽ കാണുന്ന സമയത്ത് സിനിമ നമ്മുടെ ലൈഫ് ആവണം, ആ ഒരു ഫീൽ കിട്ടണം. അതിനകത്തുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഇവിടുത്തെ തിയേറ്ററുകളെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് 8K 4K അങ്ങനത്തെ ഉള്ളൊരു ഓരോ ഇതിലാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫിലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2Kയിലാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് കേരളത്തിലുള്ള എല്ലാ തിയേറ്ററിലും വളരെ ചുരുക്കമേ ഉള്ളൂ 4Kയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള 720 വരെ പോകുന്നുണ്ട്. മീൻസ് 720 അല്ല, HD ക്വാളിറ്റിയിലൊക്കെയാണ് പല ഉൾപ്രദേശങ്ങളിലെ തിയേറ്ററിൽ പോകുന്നത്. ഇതിനെല്ലാം പ്രതികരിക്കേണ്ടത് ശരിക്കും ഓഡിയനാണ്. കാരണം ഓഡിയൻസിനേ ഉള്ളൂ ഇതിന് നിയമപരമായിട്ടുള്ള ഒരു ഇതാണ്. കാരണം ഓഡിയൻ അതിനെ ഇത് ചെയ്താലേ ഉള്ളൂ നിയമപരമായിട്ട് നമുക്ക് ഇടപെടാൻ പറ്റുള്ളൂ. കാരണം നമ്മളിപ്പോൾ സംഘടനാപരമായിട്ട്, കാരണം നമ്മളിപ്പം ഏറ്റവും കൂടിയ ആരിയുടെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നു, 8Kയിൽ ഷൂട്ട് ചെയ്യുന്നു, ക്യാമറ ലെൻസസിൽ ഷൂട്ട് ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ ഒന്നുമല്ല റിസൾട്ട് വരുന്നത്. എൻ്റെ നാട്ടിൽ തന്നെ, ഞാൻ കോട്ടയമാണ്, എൻ്റെ തിയേറ്ററിൽ തന്നെ ആകപ്പെടെ 2 തിയേറ്ററേ ഉള്ളൂ കൊള്ളാവുന്ന പ്രൊജക്ഷനുള്ള തിയേറ്ററുള്ളൂ. ബാക്കി എല്ലാം കണ്ട കഷ്ടമാണ്. ഈ ജനങ്ങൾ ഇങ്ങനെ ഇരുന്ന് കാണുന്നു, പക്ഷെ ഇത് തിരിച്ചു പറയാനായിട്ട് പറ്റുന്നില്ല. അത് കാരണം അത് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു മാറ്റം അതായിരിക്കണം അതിൻ്റെ ഏറ്റവും വലിയ. പറയാത്ത ഒരു സിനിമാറ്റോഗ്രാഫറെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞങ്ങൾ സ്ഥിരമായി ചർച്ച ചെയ്യുന്ന എല്ലാവരും ഒരേപോലെ പറയുന്ന ഒരു കാര്യമാണ്. അത് വളരെ സങ്കടകരമായ കാര്യമാണ്. പക്ഷെ ഞാൻ നോക്കുന്ന ഒരു ടെക്നോളജി പ്ലസ് മേക്കിങ്ങിൻ്റെ അകത്ത് വരുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ബ്രാഞ്ചഡ് സ്റ്റോറി ലൈൻസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു 2050 ഒക്കെ ആകുമ്പോൾ യു ക്യാൻ സെലക്ട് ഗെയിമിങ്ങിലുള്ള പോലെ തന്നെ നമുക്ക് അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. I
think um, more like a more scientific temperament in criticism. You know, critiquing is an art that we used to have in the past. So now people don't know how to, and like what is a critique's job, or like how do you criticize a thing or a person in general in life. So I think good criticism can be good for us also. Yeah. ഇപ്പൊ ഒരു 2 സിനിമയിൽ നന്നായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം ചെയ്യുന്നത് നല്ലതെന്ന് പറയുന്ന ട്രെൻഡും ഉണ്ട് ഇവിടെ. അപ്പം ആ ഒരു മീൻസ് അപ്പാർട്ട് ഫ്രം ദ നെഗറ്റീവ്സ് സോ I think I'd like very sensible criticism in future. Aman, sorry, see, I call you Aman all the time. Jojo. 2050 വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഐ ഹോപ്പ് മലയാളം സിനിമ ഗെറ്റ്സ് മോർ ഓഫ് എ ഗ്ലോബൽ സ്റ്റേജ്. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ദെയർ ഇൻ ബിറ്റ്സ് ആൻഡ് പാർട്സ്, ബട്ട് മലയാളം സിനിമ ഹാസ് ഗോട്ടൻ എ ലോട്ട് മോർ ഓഡിയൻസ് during the COVID lockdown period, because everyone was at home and they had the time and Pan India to pan global. Yes, and it deserves it. And you know, nammal idine patti aalochichappoഴും I was thinking back about Malayalam cinema specifically because that's the topic. And I was thinking that we didn't have, you know, a body shaming culture or, you know, a body expectation from our artists, and that was such a very refreshing you know, feeling. We could just watch movies, നമ്മൾ കാണുന്നത് ആ കഥാപാത്രങ്ങളെയാണ്, അവർ പറയുന്ന ആ കഥകൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള കാര്യങ്ങളായതുകൊണ്ട് ദിസ് ഇസ് വെരി റെഗുലർ പീപ്പിൾ. ആൻഡ് ഐ എം വെരി പ്രൗഡ് ടു സേ ദാറ്റ് വി കം ഫ്രം എൻ ഇൻഡസ്ട്രി വിച്ച് ഹസ് ബീൻ വെരി ബ്രോഡ് മൈൻഡഡ് ലൈക്ക് ദാറ്റ്, ആൻഡ് ദാറ്റ് ഹാസ് ടു റീച്ച് widespread across the globe, and you know, I hope it happens ASAP. താങ്ക് യു. കളക്റ്റീവായിട്ടുള്ള 2050 ഒരിക്കലും ഒരു റോഡ് മാപ്പ് നമ്മളെല്ലാവരും ഈ കോൺവെർസേഷൻ സംസാരിച്ചു. താങ്ക് യു സോ മച്ച്, വാസ് വണ്ടർഫുൾ. ഡു യു ഹാവ് ടൈം ഫോർ ക്വസ്റ്റ്യൻസ്? ഇല്ല. സോറി, ക്വസ്റ്റ്യൻസ് സമയമില്ല. എന്നിരുന്നാലും ഇവരൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ ഓൾവേസ് റീച്ച് ഔട്ട് ടു ദം. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. നിങ്ങളെല്ലാവരും കണ്ടതിലും ഇറ്റ്സ് എ ഗ്രേറ്റ് കോൺവെർസേഷൻ. താങ്ക് യു. And to present a token of our appreciation to all of them who participated in this conversation, I'd like to bring back on stage Professor Jayalalitha, our Pro Vice Chancellor. ഫ്രെയിമിന് ഉള്ളിലും അതിനപ്പുറത്തേക്കുമുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ ചർച്ച വന്നു, and perfectly summed up with their expectations about Malayalam cinema in the future. Starting with Sri Vinod Illampalli. Shri Sudeep Joshi. Shri Amal Naushad. Ms. Pooja Mohan Raj. Mr. Jojo Jose. And finally, our brilliant moderator, Ms. Rekha Menon. We request all of you to step up for a group photograph.